ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ ബസ് പതിവിലും കുറച്ച് നേരത്തെയാണ് കേട്ടോ എണീറ്റത്. എണീറ്റ വഴിക്ക് ബ്രഷൊക്കെ ചെയ്ത് ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കട്ടൻ ചായ മാത്രമേ ബസ് കഴിക്കുള്ളൂ കേട്ടോ. പാൽ ചായയുടെ കളറ് കണ്ടാൽ പോലും ആ ഭാഗത്തേക്ക് തന്നെ ബസ് തിരിഞ്ഞു പോലും നോക്കില്ല. ദോശയൊക്കെ ചമ്മന്തിയിൽ മുക്കി വയർ നിറച്ച് കഴിച്ചതിന് ശേഷം ചേട്ടനെ സ്കൂൾ ബസ് വരെ കൊണ്ടുവിടാനുള്ള തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ് കേട്ടോ നമ്മുടെ ബസ്. അങ്ങനെ ബേഗും ചെരുപ്പൊക്കെ ഇട്ട് ഭയങ്കര ഉത്സാഹത്തോട് കൂടിയിട്ടാണ് കേട്ടോ ചേട്ടനെ സ്കൂൾ ബസ്സിലേക്ക് കൊണ്ടുവിടാൻ ഈ ബസ് ഓടി ഓടി പോകുന്നത്. അങ്ങനെ സ്കൂൾ ബസ്സിലേക്ക് ചേട്ടനെ കയറ്റി വിട്ടിട്ട് വളരെയധികം വിഷമത്തോട് കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ബസ് തിരിച്ചു വന്നത്. ആ സ്കൂൾ ബസ്സിൽ കയറി ഈ ബസ്സിലും കയറിപ്പോയാൽ കൊള്ളായിരുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ തിരിച്ച് വന്ന് അമ്മൂമ്മയുടെ കൂടെ കുറച്ച് നേരം കളിച്ചപ്പോഴാണ് മീൻ വാങ്ങിക്കാൻ അമ്മമ്മ പോണ കണ്ടത്. അപ്പോൾ മീൻകാരനെ ഈ ബസ്സിന് തന്നെ പൈസ കൊണ്ട് കൊടുത്ത് തിരിച്ച് ബാലൻസൊക്കെ വാങ്ങി അമ്മൂമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കാനുള്ള തന്തപ്പാടിലാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് മാങ്ങയൊക്കെ ചെത്തി തിന്ന് മേത്തും ഷർട്ടിലൊക്കെ കുറച്ച് മാങ്ങയൊക്കെ ആക്കിയ കാരണം പിന്നെ കുളിക്കാനുള്ള തീരുമാനം എടുത്തു കേട്ടോ. കുളിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് നേരം വെള്ളത്തിൽ കളിക്കുന്നത് ഈ ബസ്സിന് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം വെള്ളം തലയിലും മേത്തൊക്കെ കോരി ഒഴിച്ച് പിന്നെ ഈ ബസ് തന്നെ തോർത്തൊക്കെ എടുത്ത് തോർത്തി അപ്പോഴാണ് അമ്മൂമ്മയുടെ തുണി വിരിച്ചിടാൻ പോയത് കണ്ടത്. ഒന്നും നോക്കിയില്ല, അമ്മൂമ്മനെ കുറച്ച് നേരം ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി മുറ്റത്തൊക്കെ ഇറങ്ങി പിന്നെ ഷർട്ടൊക്കെ ഇട്ട് ചന്ദനക്കുറിയൊക്കെ തൊട്ട് സെറ്റായിട്ട് പിന്നെ കുറച്ച് നേരം കിടന്ന് ഈ ബസ് കിടന്ന് അങ്ങോട്ട് ഉറങ്ങിയിട്ടാണ്. ആ ഉറക്കം വളരെ കുറച്ച് നേരം മാത്രമാണ് നീണ്ടു നിന്നുള്ളൂ കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഈ ബസ് ഉറക്കത്തിന് എണീറ്റ് തിരിച്ചു വന്ന് അമ്മൂമ്മയുടെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം കൂടി ഡിസ്റ്റർബ് അങ്ങോട്ട് ചെയ്തു. പിന്നെ ഈ ബസ്സിൻ്റെ ലഞ്ച് ടൈമായി, സാമ്പാർ കൂടി ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ ഇപ്പോൾ നമ്മുടെ മുറ്റത്തൊക്കെ ഇറങ്ങി കുറച്ച് നേരം ചെടികളോടൊക്കെ കിന്നാരൊക്കെ പറഞ്ഞ് പിന്നെ ഞാനും ബസ്സും കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടോ. പിന്നെ കുട വാങ്ങിച്ചിട്ടും മഴയൊന്നും പെയ്യാത്ത സങ്കടത്തിൽ മഴയില്ലെങ്കിലും വേണ്ടില്ല കുറച്ച് നേരം മുറ്റത്തിറങ്ങി കറിക്കാൻ വേണ്ടിയിട്ട് ഈ ബസ് തേരാ പരക്കുടയും പിടിച്ച് നടന്നു. അപ്പോഴും നമ്മുടെ ചേട്ടന്മാരൊക്കെ തിരിച്ച് സ്കൂളിൽ നിന്നെത്തി അവരെ കൂടെ കുറച്ച് റോഡിലൊക്കെ പോയിരുന്ന് കളിച്ചപ്പോൾ കയ്യിലും കാലിലൊക്കെ നിറച്ച ചെളിയായ കാരണം ഈ ബസ് തന്നെ തിരിച്ച് വന്ന് പൈപ്പൊക്കെ തുറന്ന് കയ്യിലും കാലിലും ചെളിയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് കഴുകി കളഞ്ഞു കിട്ടാം. പിന്നെ കുറച്ച് നേരം ചെളി പോയിട്ടും വീണ്ടും വീണ്ടും പൈപ്പിൽ അങ്ങോട്ട് കളിച്ചു. അതിനുശേഷം വിശപ്പിൻ്റെ വിളി വന്നെന്ന് തോന്നിയപ്പോൾ ഈ ബസ് തിരിച്ച് വന്ന് ചായയും റസ്കൊക്കെ കഴിക്കാനുള്ള തന്തപ്പാടെത്തി. ഈ ബസ്സിൻ്റെ വിശപ്പുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ വേഗം വന്ന് ഭക്ഷണം കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഈ ബസ്സിൻ്റെ പിന്നാലെ നടന്ന് കൊടുക്കേണ്ടി വരും ഭക്ഷണം. അത് കഴിഞ്ഞിട്ട് ഈ ബസ് കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ബസ്സിൻ്റെ സ്ഥിരം കളികളായ ഊഞ്ഞാലാട്ടവും ഫുട്ബോൾ ആടി കളിച്ചും പിന്നെ ഈ ബസ്സിൻ്റെ പഴയൊരു കുതിരയുണ്ട് കേട്ടോ, ഒരു 3-4 വർഷം പഴക്കമുള്ള ആ കുതിരയമ്മ അങ്ങോട്ട് വലിച്ചും വെച്ചൊക്കെ കളിച്ച് പിന്നെ അപ്പോഴേക്കും പാലച്ചാച്ചൻ പാൽ കൊണ്ടുവന്നെടുത്ത് ഫ്രിഡ്ജിൽ ഈ മൂസ് തന്നെ കൊണ്ടുവയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അതും പിടിച്ചുള്ള ഓട്ടമാണ് കേട്ടോ. അമ്മമ്മയും പിന്നാലെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഓടി ഓടി പോകുന്നുണ്ട്. അങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ട് പാലൊക്കെ വെച്ച് പിന്നെ അതിൽ ചെറിയൊരു ചെക്കിംഗ് ഒക്കെ ചെയ്ത് പിന്നെ കുറച്ച് നേരം കാറിൻ്റെ മുകളിലും ദിവാങ്കോട്ടൊക്കെ കയറിയിരുന്ന് അവൻ്റെ ചിന്ന കളികളൊക്കെ കൊണ്ട് കളിച്ചു കേട്ടോ. കാർബോർഡ് പെട്ടിനുള്ളിൽ കയറിയിരുന്നു. അപ്പോഴാണ് അച്ഛൻ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയത് കണ്ടത്. പിന്നെ എന്നത്തെയും പോലെ അച്ഛൻ്റെ കയറിയ ബൈക്കിലൊന്ന് കയറിയിരുന്ന് ചുമ്മാ ചെറിയൊരു റൗണ്ട് അടിച്ച് തിരിച്ചു വന്നു. അപ്പോഴാണ് നമ്മുടെ അമ്മമ്മ സന്ധ്യാനാമം ജപിക്കാനുള്ള തയ്യാറെടുപ്പിൽ കേട്ടോ. അപ്പോൾ ഈ ദിവസം പയ്യെ അവിടെ പോയി നിന്ന് ചന്ദനത്തിരിയൊക്കെ എത്തിച്ച് അമ്മമ്മേനെ ഹെൽപ്പൊക്കെ ചെയ്തു. പിന്നെ ചൂസിൻ്റെ ഡിന്നർ ടൈമായിട്ടോ. ഡിന്നർ കഴിക്കലും ചേട്ടൻ്റെ കൂടെ കുറച്ച് നേരം വണ്ടിയിൽ കളിക്കലുമാണ് കേട്ടോ ഈ ബസ്സിൻ്റെ വേറൊരു ഹോബി. അങ്ങനെ ചോറ് കഴിക്കലും വണ്ടിയിൽ കളിക്കലൊക്കെ കഴിഞ്ഞ് ഈ ബസ് ചേട്ടൻ്റെ കൂടെ പല്ലൊക്കെ തേക്കാൻ പോയിട്ടാണ്. അങ്ങനെ പല്ലൊക്കെ തേച്ച് പാലൊക്കെ കുടിച്ച് ഈ ബസ് ഉറങ്ങാനുള്ള തന്തപ്പള്ളിലാണ് കേട്ടോ. അങ്ങനെ എന്ത് സുഖമല്ലേ ഈ കുഞ്ഞു പാവകളുടെ ഈ ലൈഫ് എന്ന് പറയാനായിട്ട്. എത്ര എനർജറ്റിക് ആണെങ്കിലേ അവർ ഫുൾ ഡേ